വാട്സാപ്പിൽ ഇതാ വീണ്ടും പുതിയ 2 ഫീച്ചറുകൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലും ഞാൻ ഈ കാണിക്കുന്ന ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ കാണിക്കുന്ന ഫീച്ചറുകളൊക്കെ നിങ്ങൾക്കും വന്നിരിക്കും. വാട്സാപ്പിൽ മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ, പുതിയ ഫീച്ചറുകളൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. എന്തൊക്കെയാണ് പുതിയ ഫീച്ചറുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക. സുഹൃത്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഏതായാലും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടാകും. നമ്മൾ സാധാരണ ഇതൊക്കെ ക്ലിയർ ചാറ്റ് ചെയ്യാറുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ചാറ്റ് കൊടുക്കും. ക്ലിയർ ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ പുതുതായിട്ട് വന്ന ഓപ്ഷൻസ് ഇങ്ങനെയാണ്. അതായത് നമുക്ക് എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾ മെസ്സേജ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ മീഡിയ മാത്രം വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓഡിയോ, വീഡിയോ അതൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അത് മാത്രം ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്കിവിടെ താഴെ ക്ലിയർ സ്റ്റാർഡ് മെസ്സേജസ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ട, കുറച്ച് മെസ്സേജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്, അതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആ ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർ കൊടുത്താൽ മതി. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർഡിലേക്ക് മാറും. ഇനി നമ്മൾ വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് മോർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ചാറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ സ്റ്റാർഡ് എന്ന ഭാഗം ടിക്ക് മാർക്ക് കൊടുക്കാതെ, അത് ടിക്ക് മാർക്ക് കൊടുക്കരുത്, എന്നിട്ട് ഓൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ആക്കി വെച്ചിട്ടുള്ള ആ മെസ്സേജ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അങ്ങനെയുള്ള പുതിയ ഫീച്ചർ ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ആ സ്റ്റാറിൻ്റെ ഭാഗത്തൊരു വര കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ബാക്ക് വന്നിട്ട് മുകളിൽ കുറച്ച് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ ഗ്രൂപ്പ്സ് എന്ന ടാബിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ വർക്ക് സംബന്ധമായിട്ടുള്ള ആളുകളൊക്കെ ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു പേര് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ വർക്ക് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇമോജി വേണമെങ്കിൽ ഇവിടെ ഇമോജിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് പീപ്പിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ആളുകളാണ് ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവരെയൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ മാനേജ് വർക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ആവശ്യമുള്ള ആളുകളെ ഇതിൽ നിന്നും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി മ്യൂട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് 8 മണിക്കൂർ 1 വീക്ക് ഓൾവേസ് നിങ്ങൾക്ക് ഇതിൽ വരുന്ന മെസ്സേജുകൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ മുകളിൽ പെന്നിൻ്റെ ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആളുകളെ ആഡ് ചെയ്യാം. വർക്ക് എന്ന ഭാഗം നിങ്ങൾക്ക് മാറ്റി വേറെ പേര് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത ആളുകളെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിലുള്ള ആ ടാബിൽ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു വർക്ക് എന്ന ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് റീഓർഡർ ലിസ്റ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു വർക്ക് എന്ന ഭാഗത്ത് വലതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ ലോങ് പ്രസ് ചെയ്തിട്ട് അത് നമുക്ക് ഓർഡർ അനുസരിച്ച് മുകളിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ആ ഒരു ടാബ് ഉണ്ടല്ലോ, വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന ടാബിൽ ആദ്യത്തെ ഭാഗത്ത് ആ വർക്ക് എന്ന ഭാഗം വന്നിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത ആളുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് വേണ്ട എങ്കിൽ ഇവിടെ തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. ഓക്കെ, ഈ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്കും ഇത് താല്പര്യമുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വാട്സാപ്പിൽ ഈ ഫീച്ചറുകൾ വന്നിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.